ചേട്ടാ, നടിമാർക്കെതിരെ എപ്പോഴും അപകീർത്തി പരാമർശങ്ങൾ എപ്പോഴും ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത്. അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴിതാ ഹണി റോസ് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് തനിക്കെതിരെ രൂക്ഷമായ അല്ലെങ്കിൽ അപകീർത്തി പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് ഹണി റോസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ചേട്ടൻ നോക്കിക്കാണുന്നത്? ഹണി റോസ് എന്ന് നാം കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ ഉദ്ഘാടനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പലയിടങ്ങളിലും ഉദ്ഘാടനത്തിന് ഇവർ നിരന്തരം എത്തുന്നു. അത് സോഷ്യൽ മീഡിയകൾ നിരന്തരം അത് പകർത്തുന്നു. ആ രീതിയിലെന്നും ഏത് ഉദ്ഘാടനം നോക്കിയാലും ഇവരുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഇവർ തന്നെ പറയുന്നത് കേട്ട് ഇടക്കാലത്ത് ഏതോ പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനത്തിന് വരെ എന്നെ വിളിച്ചിട്ടുണ്ട്, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായി അവർ രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ഈ ഉദ്ഘാടനത്തിനെല്ലാം പോകുമ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം മുൻകാലങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള ബോഡി ഷെയ്മിങ്ങിനെല്ലാം ഇരയാകുന്ന ഒരു സ്ത്രീയാണ് ഹണി റോസ്. കാരണം അവർക്കെതിരെ നിരന്തരം ഈ ഇത്തരം അധിക്ഷേപങ്ങളെല്ലാം ഉണ്ടാകുന്നത് പതിവാണ്. അങ്ങനെ എന്നാൽ അവർ അതിനെക്കുറിച്ചൊന്നും വലിയ ഗൗരവത്തോടെ എടുക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റുമായി അവർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹണി റോസ് പറയുകയാണ്, ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു എന്ന രീതിയിലാണ്. കാരണം ഇവരെ ഒരു ഒരു ഈ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു ഉയർന്ന ബിസിനസ്സുകാരൻ പലയിടങ്ങളിലും ഇവർ ഉദ്ഘാടനത്തിന് വിളിക്കുകയും അതിനുശേഷം ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഇടങ്ങളിൽ വെച്ച് വരെ അപമാനിക്കുന്നതായി ഈ നടി പറയുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇവർ അതിനുശേഷം ഈ ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തിയുടെ ഉദ്ഘാടന ചടങ്ങിന് തന്നെ ഈ ഹണി റോസ് മുൻപ് പോയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ആ വേദിയിൽ വെച്ചെല്ലാം അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ബോഡി ഷെയ്മിങ് എല്ലാം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പിന്നീട് ആ വ്യക്തി ഇവരെ വിളിക്കുമ്പോൾ പോകുന്ന ഒരു അവസ്ഥയിൽ ഉദ്ഘാടനത്തിന് വീണ്ടും വിളിക്കുമ്പോൾ ഇവർ പോകാതെ മാറി നിൽക്കുകയാണ്. മാറി നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു? മറ്റു ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുമ്പോൾ ഇവരുടെ പിന്നാലെ കൂടി ആ വേദിയിൽ കടന്നു കയറി ഇവരെ വീണ്ടും അപമാനിക്കുകയും ഇവരുടെ ബോഡി ഷെയ്മിങ് നടത്തുന്നത് പതിവായി. അതിൽ ഗതികെട്ടാണ്, മടുത്തിട്ടാണ് അവർ ഇത്രയും ഒരു പബ്ലിക് പ്രസ്താവനയുമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതോടൊപ്പം തന്നെ ഇവർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഇത്തരം പരാമർശങ്ങൾ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച് കുറ്റകരമാണ്. പക്ഷെ ആ കുറ്റകരമായ പ്രവർത്തനത്തിൽ പരാതി കൊടുക്കുവാനോ മറ്റൊന്നും താൻ അതിന് തയ്യാറാകുന്നില്ല. ഈ സംഭവം പുച്ഛിച്ച് തള്ളുന്നു എന്നാണ് പുതിയ വിവരങ്ങൾ അവർ പറയുന്നത്. അതിനിടയ്ക്കാണ് മറുനാടനുമായി ബന്ധപ്പെട്ട് അതിന്റെ സാജൻ കറിയ അദ്ദേഹം ആ പേര് തന്നെ അങ്ങ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ബോച്ചയാണ്. ബോച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉണ്ടായിരിക്കുന്നത്. ബോച്ചയുടെ പല ഉദ്ഘാടനങ്ങൾക്കും ഈ ഹണി റോസ് എത്തുന്ന പല വിഷ്വലുകളും കണ്ടിട്ടുണ്ട്. അന്ന് ആ സമയത്താണ് ഈ കുന്തി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഈ ഹണി റോസുമായി ബന്ധപ്പെട്ട് ബോച്ചെ പറഞ്ഞിരുന്നു ഹണി റോസ് കുന്തി ദേവി എന്നാണ്. അതൊരു ദ്വയാർത്ഥ പ്രയോഗമായിരുന്നു. അത് എന്താണെന്ന് മനസ്സിലാവും. ആ രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനുശേഷമാണ് ഈ ബോച്ചെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വിളിക്കുമ്പോൾ ഈ ഹണി റോസ് അവിടെ സന്ദർശിക്കാറോ ഇല്ല. അതോടൊപ്പം തന്നെ ആ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുകയോ ഇല്ല. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ പണത്തിന്റെ അധികാരത്തിന്റെ ഹുങ്ക് വെച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ബോച്ചെ നടത്തി വരുന്നത്. അദ്ദേഹം ഈ ഹണി റോസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ വലിയ രീതിയിൽ ആരെ കണ്ടാലും ഈ മോശമായ പരാമർശങ്ങൾ നടത്തി വരുന്നത് അദ്ദേഹത്തിന്റെ പതിവാണ്. സ്ത്രീകളെന്നില്ല, കുട്ടികളെന്നില്ല, വൃദ്ധരെന്നില്ല, ആ രീതിയിൽ ഒരു പരിഗണനയോ പ്രായവ്യത്യാസമോ നൽകാതെ മറ്റുള്ളവരെ അപമാനിക്കുക എന്നതാണ് ഇപ്പോൾ ബോച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം. അതായിരുന്നു അന്ന് ഈ ഹണി റോസ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന വേദിയിലും നാം കണ്ടത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബോച്ചയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും പരാമർശങ്ങളും ഇദ്ദേഹത്തിന്റെ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ഇപ്പോൾ എല്ലാവരും തുറന്നടിച്ചിരിക്കുകയാണ്. സാമൂഹ്യ നിരീക്ഷകരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരും എല്ലാം ഹണി റോസിനോടൊപ്പം കൂടുകയാണ്. നാം ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. ആ സമയത്തെല്ലാം കണ്ടതാണ് ഇങ്ങനെ ഇരയായി വരുന്നവർക്ക് വലിയ പിന്തുണ നൽകുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്യാറുണ്ട്. അതിന് സമാനമായ രീതിയാണ് ഇപ്പോൾ ഹണി റോസിന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. ഹണി റോസ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതും അവരുടെ ശരീരം അങ്ങനെ ആയത് അവരുടെ കുറ്റമൊന്നുമല്ല. ഈ ബോച്ചയും വലിയ രീതിയിൽ കളിയാക്കുന്നുണ്ടല്ലോ ആൾക്കാർ. അതൊന്നും ബോച്ചയ്ക്ക് വിഷയമല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ബോച്ചയുടെ ഈ വെള്ള ഷർട്ടും വെള്ള ലുങ്കിയും എല്ലാം എടുത്തുകൊണ്ട് ഒരു കോമാളിയെ പോലെ റോഡ് മുഴുവൻ നടക്കുന്നു, ഓടുന്നു, കിടക്കുന്നു, അങ്ങനെയുള്ള ആളാണ് ബോച്ചെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോച്ചെ ഈ സ്ത്രീകളെ പ്രത്യേകിച്ച് കേരളത്തിൽ
അദ്ദേഹം വിദ്യാഭ്യാസം ഉണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. അല്ലാതെ ഈ പ്രധാനപ്പെട്ട കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നടിയെ അദ്ദേഹത്തിന്റെ പൈസ അത് ഇനി അദ്ദേഹം അങ്ങനെ പറയുമായിരിക്കും, ഞാൻ പൈസ കൊടുത്തു എന്റെ ഉദ്ഘാടന ചടങ്ങിന് വന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാം കേൾക്കണമെന്നാണോ ഇനി അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ പലരും പറയുന്നത് ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ തന്റെ പ്രസ്താവന ഒതുക്കാതെ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ്. ഈ ഹണി റോസിനോട് പലരും ഈ പോസ്റ്റിന് താഴെ തന്നെ ഈ ഹണി റോസ് ഫേസ്ബുക്കിലൂടെയാണല്ലോ ഇത്തരം ആദ്യം ഒരു പരാമർശവുമായി ബോച്ചയ്ക്കെതിരെ രംഗത്തെത്തിയത്. അതിന് താഴെ പല വക്കീലന്മാരും സാമൂഹ്യ നിരീക്ഷകരുമെല്ലാം ഇത് നിയമപരമായി തന്നെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചിലർ പറയുന്നത് ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലവും പുതിയ നിയമങ്ങളെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ ഈ വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സ്വന്തമായി തന്നെ സ്വമേധയാ തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്നാണ് പല ഈ നിയമ വിദഗ്ധരും പറയുന്നത്. കാരണം ഈ ഇത്തരം നിരന്തര പ്രസ്താവനകൾ, സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഈ ബോച്ചയ്ക്കെതിരെ നടപടിയെടുക്കുക, അതോടൊപ്പം തന്നെ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് അദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുക. കാരണം ഇതൊരു സന്ദേശം കൂടിയാണ് മറ്റുള്ളവർക്ക്. കാരണം ഈ പൊതുവേദിയിലെത്തി മറ്റു സ്ത്രീകളെയും നടിമാരെയും എല്ലാം അനാവശ്യമായി ഇത്തരം പരാമർശങ്ങളിലൂടെ അപമാനിക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവർക്കുള്ള തിരിച്ചടിയും അവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരിക്കണം ഇത്തരമുള്ള ഈ നിയമ നടപടികൾ. പക്ഷെ മറ്റൊരു കാര്യം, ഈ വനിതാ കമ്മീഷനുമായെല്ലാം ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട വ്യക്തികളുടെ സംഭവം വരുമ്പോൾ ഇവർ മറ്റേ ആമയെ പോലെ തല ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലാതെ അതിനെതിരെ നടപടി എടുക്കുവാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ശ്രമിക്കാറില്ല. അതിനാൽ തന്നെയാണ് ഈ വിമർശനങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന്, സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. വനിതാ കമ്മീഷൻ കൃത്യമായി കേസെടുക്കണം. അതോടൊപ്പം തന്നെ ബോച്ചയുടെ ഈ പ്രവൃത്തിക്കെതിരെ അദ്ദേഹം ഇനി ഇത്തരത്തിലുള്ള അനാവശ്യമായ പ്രസ്താവനകളുമായി രംഗത്ത് വരാൻ പാടില്ല. കാരണം പലപ്പോഴും അദ്ദേഹത്തിന്റെ വീഡിയോകൾ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം പേജുകളും സന്ദർശിക്കുമ്പോൾ അദ്ദേഹം കുട്ടികളോട് ഉൾപ്പെടെ ഇത്തരം അശ്ലീലം കലർന്ന വാക്കുകൾ ഉച്ചരിക്കുകയാണ്. ഈ സ്ത്രീകളോടടുത്ത് പോയാൽ അങ്ങനെയുള്ള ആ വീഡിയോകൾ കണ്ടാൽ അറിയാം ഇതെല്ലാം സമൂഹത്തിന് അദ്ദേഹം എന്താണ് സന്ദേശം നൽകുന്നതെന്ന് അറിയില്ല. അദ്ദേഹം വലിയ മനുഷ്യാവകാശ പ്രവർത്തകനായി ഇടയ്ക്കിടയ്ക്കെല്ലാം വരും, പലരെയും സംരക്ഷിക്കുന്നു, ഞാൻ എല്ലാവർക്കും സഹായം. മോചനത്തിനായി ബൊച്ചയാണല്ലോ രംഗത്ത് വന്നത്. അങ്ങനെ ബൊച്ച ഒരു നല്ല മനുഷ്യനായിട്ട് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ഇമേജ് ഒക്കെ ഉണ്ടാക്കി. അതാണ് ബോച്ചയുടെ ലക്ഷ്യം. തന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ഏത് തറവേലയ്ക്ക് അദ്ദേഹം തയ്യാറാകും. അതിപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനില്ലേ? അദ്ദേഹം വിചാരിച്ചാൽ കൊടുക്കാമല്ലോ ഈ പൈസ. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം എല്ലാ ഭാഗത്തു നിന്നും ഇറങ്ങി പിരിച്ചെടുക്കേണ്ടതാണ്? പിരിച്ചെടുക്കുമ്പോൾ ഒരു പബ്ലിസിറ്റി ആവും, എല്ലാ മാധ്യമങ്ങളെയും കൂട്ടി അവിടെ എത്തി പണപ്പിരിവ് നടക്കുന്നു. അതിനേക്കാൾ സ്വന്തം അദ്ദേഹം കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ നിന്നും എന്താ എടുത്തു കൊടുക്കാത്തത്? അങ്ങനെ ഇദ്ദേഹത്തിന് എന്നും ആവശ്യം ഇമേജ് ആണ്. അദ്ദേഹം തന്നെ ഒരു ബ്രാൻഡാണല്ലോ. ഇപ്പോൾ ഒരു ജൂവലറി ഇടുമ്പോൾ കോടിക്കണക്കിന് രൂപ വേണം അത് പരസ്യം നൽകി അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ. ഇപ്പോൾ ബോച്ചയുടെ ജൂവലറി എന്ന് പറയുമ്പോൾ അതൊരു ബ്രാൻഡായി. ഇദ്ദേഹത്തിന്റെ കോമാളിത്തനം കൊണ്ട് എല്ലാവരും അയാളെ ആരാധകരായി, അങ്ങനെ അതൊരു ബ്രാൻഡായി ഇപ്പോൾ നിലവിൽ മാറിയിട്ടുണ്ട്. എന്തായാലും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ഹണി റോസിന് നീതി ലഭിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നീതി ലഭിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കോമാളികൾ ഇനി ഇത്തരം അശ്ലീല പദങ്ങളുമായി സ്ത്രീകളെ അപമാനിക്കാതിരിക്കാൻ അങ്ങനെ മുന്നോട്ട് വരാത്ത രീതിയിലുള്ള ഒരു നടപടിയാണ് ഇനി ഉണ്ടാകേണ്ടത്.